പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥിനികൾക്ക് സൗജന്യമായി താമസിക്കാനായി പെരുമ്പാവൂരിൽ നിർമ്മിച്ച മൾട്ടിപർപ്പസ് ട്രൈബൽ ഹോസ്റ്റൽ കെട്ടിടം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഉദ്ഘാടനം പോലും നടത്താതെ ഉപേക്ഷിച്ച കെട്ടിടത്തിലെ ജനലുകളും വയറിങ്ങുകളുമൊക്കെ മോഷണം പോയി. ആലുവ മൂന്നാർ റൂട്ടിലെ മുടിക്കൽ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന മൾട്ടിപർപ്പസ് ട്രൈബൽ ഹോസ്റ്റലാണിത്. പെരുമ്പാവൂർ മേഖലയിൽ പഠനാവശ്യങ്ങൾക്കെത്തുന്ന ST വിഭാഗത്തിലെ പെൺകുട്ടികൾക്ക് സൗജന്യമായി താമസിക്കുന്നതിനായി 6.25 കോടി മുടക്കിയാണ് കെട്ടിടം നിർമ്മിച്ചത്. വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും ഉദ്ഘാടനം പോലും നടത്താതെ ഉപേക്ഷിക്കുകയായിരുന്നു. 5 വർഷം മുമ്പ് ഉപേക്ഷിച്ച കെട്ടിടം ഇപ്പോൾ സാമൂഹ്യവിരുദ്ധരുടെ താവളമാണ്. വാതിലുകളും ജനലുകളും മോഷ്ടിക്കപ്പെട്ടു, വയറിങ്ങും പലരും ഊരിയെടുത്തു. ഇനി അത് പുനഃസ്ഥാപിക്കാൻ നന്നാക്കി എടുക്കണമെങ്കിൽ തന്നെ ഏകദേശം കോടികൾ ചെലവ് വരുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നേക്കാണ്. അത് വലിയൊരു അനാസ്ഥയാണ് അന്നത്തെ സർക്കാർ ചെയ്തു കൊടുക്കുന്നത്. നാട്ടുകാരനായ ഒരാളാണ് കെട്ടിടത്തിന് സ്ഥലം സൗജന്യമായി നൽകിയത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കടലാസിലായിരുന്ന പദ്ധതി 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും ഉദ്ഘാടനം നടന്നില്ല. ഇതുവരെ ഒരു വിദ്യാർത്ഥി പോലും ഇവിടെ താമസിച്ചിട്ടില്ല, ഇവിടെ വന്നിട്ടുമില്ല. അതിനിടയിൽ ഈ ബിൽഡിങ്ങിന്റെ വയറിംഗ് ഒക്കെ അന്യസംസ്ഥാന തൊഴിലാളികളിൽപ്പെട്ട ചിലര് ഊരിക്കൊണ്ടുപോവുകയും അത് വിൽക്കാൻ ചെന്ന സ്ഥലത്ത് വെച്ച് അവരെ പിടികൂടിയപ്പോഴാണ് ഇത് ഈ സ്കൂളിൽ നിന്നാണിത് കൊണ്ടുപോയതെന്ന് അറിയുന്നത്. കെട്ടിടം അറ്റകുറ്റപ്പണികൾ നടത്തി ട്രൈബൽ ഹോസ്റ്റലാക്കി ഉദ്ഘാടനം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ 1 കൊച്ചി.